ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചതിന് ദൈവത്തോട് നന്ദി പറയാം. ദൈവം തന്നെ സ്നേഹിക്കുന്നു എന്ന നമ്മുടെ തുടർ പരമ്പരയിൽ 15ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ബാക്കി 14 ചെയ്യാൻ ദൈവം നമ്മളെ അനുവദിച്ചു. ഒരുപാട് പേര് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, പ്രാർത്ഥന ചോദിക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം അവർക്ക് മറുപടി കൊടുക്കാറുണ്ട്. പല ആളുകളും പറഞ്ഞു ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി. ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വീണ്ടും തുടങ്ങുന്ന ദൈവം തന്നെ സ്നേഹിക്കുന്ന പരമ്പരയിൽ അടുത്ത എപ്പിസോഡ് 15ാമത്തെ എപ്പിസോഡ് നമ്മൾ ഇന്ന് ചെയ്യുകയാണ്. ഇന്ന് പറയുന്ന കുറച്ച് ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഗൗരവമുഖത്തോടുകൂടി തന്നെ നിങ്ങളത് എടുക്കണമെന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും ചില ബോധ്യത്തിനായിട്ടുള്ള ഒരു ക്ലാസ്സാണ്, അല്ലെങ്കിൽ ഒരു ചിന്തയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, വെളിപാടിൻ്റെ പുസ്തകം 14ന്റെ 13ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. വെളിപാടിൻ്റെ പുസ്തകം 14ന്റെ 13ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാവുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ഓക്കെ, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അത് തുടർന്ന് ആദ്യം പറഞ്ഞ കർത്താവിൽ മൃതന്മാർ ഭാഗ്യവാന്മാർ. അത് കർത്താവിൽ മരിച്ച ആളുകൾ ഭാഗ്യവാന്മാർ അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. പക്ഷെ അതിൻ്റെ അവസാനം അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്നാണ് ആത്മാവ് പറയുന്നത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. അപ്പം സാമാന്യ രീതിക്ക് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? വചനം ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള മറുപടി നമുക്ക് ലഭിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. ബൈബിളിൽ അതിന് തക്കത സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനത്തെ കഥകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങൾ, വചനങ്ങൾ ഒക്കെ. ഇതെല്ലാം കൂടി പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഈ അടുത്ത ദിവസങ്ങളൊന്നും തീരില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശ്രദ്ധയോടെ പറയുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ ശ്രദ്ധയോടെ പറയുന്നതെന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഒരു വചനം പറയുമ്പോൾ, ഒരു സുവിശേഷം ബൈബിൾ വാക്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം പറയുന്നവനും പിന്നെ കേൾക്കുന്നവനും എന്നാണ്. ഈ സുവിശേഷ ഭാഗം പറയുമ്പോൾ ഞാൻ ഒരുപാട് ആശങ്കയിലായിരുന്നു. ഞാൻ ഒരുപാട് ചിന്തിച്ചു. തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് പറയാം, കണ്ട കാഴ്ചയ്ക്കും കേട്ട കേൾവിക്കും ഈ പറഞ്ഞ വചനങ്ങളൊക്കെ സത്യമാണ്. ഒരാളുടെയും പ്രവൃത്തിക്ക് തക്കതായി പ്രാപിക്കാതെ അവനിവിടെ നിന്ന് പോകില്ല. ഒബദ്യാവിൻ്റെ പുസ്തകം നമുക്കറിയാം, ബൈബിളിൽ ഒരു അധ്യായം മാത്രമുള്ളൊരു പുസ്തകമാണ്. അതിലൊരു വചനമുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും. നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും. നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. ഇത് നോക്കിക്കോ. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ശ്രമിക്കുക, ചുറ്റുവട്ടത്ത് കാണാൻ ശ്രമിക്കുക, കേൾക്കാൻ ശ്രമിക്കുക. നമുക്ക് പലതും കാണാൻ കഴിയും. അവനവൻ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അവനവൻ തന്നെ പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലേ? പ്രിയമുള്ളവരെ, അതൊരു ദൈവനിശ്ചയം തന്നെയാണ്. വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് പറയാതെ പലപ്പോഴും പിന്നെ നമുക്ക് ദൈവം കുറേയേറെ സമയങ്ങളൊക്കെ വെച്ചു കൊടുക്കാറുണ്ട് പല ആളുകൾക്കും അല്ലേ?
പക്ഷേ നമ്മുടെ മുമ്പിൽ അവർ ഒരുപാട് കാലങ്ങൾ അഴുക്കാടുന്നതും കാണാറുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, അത് എന്തുകൊണ്ടാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരാൾക്കും ഒഴിവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അവനവൻ ചെയ്യുന്നതിന് അവനവൻ അനുഭവിച്ചേ പറ്റൂ. നമ്മുടെ പഴയ നിയമം എടുത്തു നോക്കിയാൽ നമുക്കൊരു സംഭവം കാണാൻ കഴിയും. നമുക്കവിടെ ഇസ്ഹാക്കിൻ്റെ 2 മക്കളാണ്, ഏശാവും യാക്കോവും, അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് കേട്ട കഥകൾ തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു മനസാക്ഷി ഇല്ലാത്തവൻ എന്നാണ് ഞാൻ സത്യത്തിൽ യാക്കോബിനെ കുറിച്ച് പറയുക. കാരണം യാക്കോബ് ജ്യേഷ്ഠൻ്റെ ആ മാനസികാവസ്ഥയിൽ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മരിക്കുമെന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും, എന്നാൽ ജ്യേഷ്ഠന് പെട്ടെന്ന് അവൻ്റെ ശരീരത്തിന് ബലം നൽകാനുള്ള ഭക്ഷണം നൽകുക എന്നുള്ളതല്ല, ആ ഭക്ഷണം കൊടുത്തപ്പോൾ പോലും വ്യവസ്ഥ വെച്ചു, അല്ലേ? എന്നിട്ട് ജ്യേഷ്ഠാവകാശം എനിക്ക് ലഭിക്കണം. യേശാവ് ഒരിക്കലും കളയാൻ പാടില്ലാത്ത ഒരു വിഷയം തന്നെയായിരുന്നു ജ്യേഷ്ഠാവകാശം. യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്, വലിയ പദവിയാണത്. പക്ഷെ ഏതായാലും തൻ്റെ വിശപ്പിൻ്റെ കാഠിന്യത്താൽ യേശാവ് പറഞ്ഞു, തരാം എൻ്റെ ജ്യേഷ്ഠാവകാശം തരാമെന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനെ ജ്യേഷ്ഠാവകാശം മേടിച്ചു. അപ്പനെ പറ്റിച്ച് ജ്യേഷ്ഠൻ്റെ അനുഗ്രഹവും പറ്റിച്ചെടുത്തു, അല്ലേ? സംഭവിച്ച കാര്യങ്ങളാണ്, അല്ലേ? ഇന്ന് നമുക്ക് ലോകത്തിലേക്ക് നോക്കിയാൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും. സഹോദരങ്ങളെ പറ്റിക്കുന്ന സഹോദരൻ, അമ്മയും അപ്പനെയും പറ്റിക്കുന്ന മക്കള്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ അടുത്തവൻ്റെ സ്വത്ത് പറ്റിച്ചെടുക്കുന്ന ആളുകൾ, അല്ലേ? എനിക്ക് അറിയാം, ഈ പറ്റിക്കുക ചതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അങ്ങേ തലയ്ക്ക് വരെ പോയ ആളുകളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസുഖം വന്നു. അദ്ദേഹം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മരിച്ചു. അദ്ദേഹം അസുഖം വന്ന സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്തും പറഞ്ഞൊരു വിഷയമുണ്ട്. അദ്ദേഹത്തിന് ഇന്നയാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് മേടിച്ചിട്ട് കൊണ്ടുപോയ ഒരു വിലപ്പെട്ട വസ്തു അത് തിരിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ആ വിലപ്പെട്ട വസ്തു കൊണ്ടുപോയ ആളോട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു, ഞാനറിയില്ല, ഞാൻ അങ്ങനത്തെ സാധനം കൊണ്ടുപോയിട്ടില്ല, കൊണ്ടുപോയതൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും മരണക്കിടക്കയിൽ കിടന്നിരുന്ന അയാൾ കളവൊന്നും പറയില്ല. അയാൾ കൃത്യമായിട്ട് എല്ലാ കണക്കും എഴുതി കൊടുത്തിരുന്നു ഭാര്യയ്ക്ക്, ഇന്ന രീതിക്കാണുള്ളതെന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഒരുപാട് സാമ്പത്തിക ഇടപാട് ചെയ്യുന്ന ഒരാളാണ്. പിന്നെയുള്ളവർ സ്വാഭാവികമായിട്ട് അദ്ദേഹം മരിച്ചു. ഈ പാപം ചെയ്ത ആൾക്ക് ഇതിൽ നിന്ന് ഒഴിയാൻ കഴിയുമോ നമ്മുടെ വചനം അനുസരിച്ചിട്ട്? പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ഒഴിയാൻ കഴിയില്ല എന്നുള്ളതാണ്. യാക്കോബ് അപ്പനെ പറ്റിച്ച് ജ്യേഷ്ഠനെ പറ്റിച്ച് അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിയെടുത്തു. എന്ത് നേടി? എന്നിട്ട് ജ്യേഷ്ഠനെ പേടിച്ച് അവിടെ നിന്ന് നാട് വിടേണ്ട വന്ന്. അമ്മാവൻ്റെ അടുത്തേക്കാണ് യാക്കോബിൻ്റെ അമ്മ പറഞ്ഞു വിടുന്നത്. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ചെന്നു ലാബാൻ്റെ കൂടെ കൂടി. അപ്പോൾ ലാബാൻ്റെ 2ാമത്തെ മകളിൽ യാക്കോബിന് താല്പര്യം വന്നു. തീർച്ചയായിട്ടും യാക്കോബ് ലാബാനോട് പറഞ്ഞു, എനിക്ക് അവൾ വിവാഹം കഴിപ്പിച്ച് തരണമെന്ന്. ലാബാൻ പറഞ്ഞു, കഴിപ്പിച്ചു തരാലോ, അതിനെന്താ കുഴപ്പമുള്ളത്? നീ 7 വർഷം അവൾക്ക് വേണ്ടി എൻ്റെ കീഴിൽ അടിമവേല എടുക്കണം. ഓക്കെ, 7 വർഷം അവൾക്ക് വേണ്ടി തൻ്റെ കീഴിൽ അടിമവേല എടുക്കണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അവനെ സമ്മതിച്ചു. ഈ
സ്ത്രീയെ പ്രതി അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ പ്രതി അവനത് സമ്മതിച്ചു. 7 വർഷമായി. 7 വർഷം കഴിഞ്ഞപ്പോൾ യാക്കോബ് ലാബാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അമ്മാവ, കാര്യമൊക്കെ ശരിയാണ്, ഞാൻ താങ്കൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുത്തില്ലേ, എനിക്ക് അവളെ കെട്ടിച്ച് തരണം എന്ന് പറഞ്ഞു. ഓക്കെ, തന്നേക്കാടാ, അതിനെന്താ കുഴപ്പമുള്ള, നാളെ വിവാഹം. ഓക്കെ, അങ്ങനെ വിവാഹം കഴിപ്പിച്ചു. യഹൂദന്മാരുടെ ഒരു രീതി അനുസരിച്ചിട്ട് വധുവിനെ വേറെ ആരും കാണാൻ പാടില്ല. അവർ മൂടി പുതപ്പിച്ച് യാക്കോബിൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു. യാക്കോബിൻ്റെ അടുത്ത് കൊണ്ടുപോയി വിട്ട ശേഷം യാക്കോബ് എന്ത് ചെയ്തു? യാക്കോബ് പിന്നെ അവരുടെ ഭാര്യ എന്നുള്ള രീതിക്കെല്ലാം കണക്കൂട്ടി നേരം വെളുത്തപ്പോഴാണ് അറിയുന്നത് താൻ ഉദ്ദേശിച്ച ആളല്ല, അത് അവളുടെ ചേട്ടത്തിയാണ് വന്നിരിക്കുന്നത്, ലേയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. മനസ്സിലായി. തനിക്ക് ചതി പറ്റിയല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ഇവനെ ഓടി ലാബാൻ്റെ അടുത്തേക്ക് പോയി. ലാബാൻ പറഞ്ഞു, ഞങ്ങളുടെ ഈ നാട്ടിൽ മൂത്തോളം നിൽക്കുമ്പോൾ ഇളകളെ കെട്ടിച്ചെടുക്കുന്ന പരിപാടിയില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തൊരു 7 വർഷത്തോടെ എടുത്തോ പണി. പ്രിയമുള്ളവരെ, ഇതാണ് ചേഷ്ടനെ പറ്റിച്ചു, അപ്പനെ പറ്റിച്ചു വന്ന യാക്കോബിന് കിട്ടിയതും ഇതേപോലത്തെ അവസ്ഥകൾ തന്നെയാണ് കിട്ടിയത്. അവൻ ചെയ്തതിൻ്റെ പ്രതിഫലം അവന് ലഭിച്ചു എന്നുള്ളതാണ്, അല്ലേ? തീർച്ചയായിട്ടും ഇതാണ് അവസ്ഥ. അവനവൻ ചെയ്തത് അവനവന് ലഭിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷെ പലപ്പോഴും നമുക്കൊരു സമയമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ആ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 2:3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. 2:3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അതെങ്ങനെയാണ് പറയുന്നത്? ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നനയ്ക്കുന്നുവോ? മനസ്സിലായോ? അതുകൊണ്ട് അതിനു മുമ്പ് എന്താ പറയുക, ആവക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് വിധിക്കുന്ന ഏതൊരു മനുഷ്യനുമായുള്ളൂ നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നല്ലോ. മനസ്സിലായോ? അതായത് ഒരു മനുഷ്യനെ വിധിക്കുമ്പോൾ ആ വിധിക്കുന്നത് തെറ്റാണ് എന്നാണ് കർത്താവ് പറയുന്നത്. അതിന് തുടർന്ന് പറയുന്നതെന്നറിയോ, ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നനയ്ക്കുന്നുവോ? അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? മനസ്സിലാക്കണം, നമുക്ക് കിട്ടുന്ന ഓരോ സമയവും മനസ്സിലാക്കുക ദൈവം നമുക്ക് തരുന്ന ഒരു ബോണസാ, അല്ലേ? കാരണം പറയാണ്, നീ അവൻ്റെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുത്തുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ശരദിച്ചു വെക്കുന്നു. അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. മനസ്സിലാക്കുക, നമ്മുടെ മുമ്പിൽ പല ആളുകൾക്കും ഇതേ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞത് പല അഴുക്കാടുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ടാവും. അവർക്ക് അവരുടെ ശിക്ഷാവിധി നീണ്ടു പോകുന്നുണ്ട് എങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയാണ്, നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ പ്രിയമുള്ളവരെ വിട്ടു മാറിക്കോ. വളരെ വ്യക്തമായിട്ട് പറയാണ്, വിട്ടു മാറിക്കോ. നിനക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് നീ വിട്ടുമാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ദിവസത്തേക്ക്, ദൈവത്തിൻ്റെ വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശേഖരിച്ചു വെക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. മനസ്സിലായോ? അവൻ ഓരോരുത്തരും അവൻ്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യുമെന്നുള്ളതാണ്. ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും. യാതൊരു സംശയം വേണ്ട. നമ്മൾ മറ്റുള്ള ആളുകളോട് ചെയ്യുന്നത് എന്തോ, നമ്മൾ അടുത്ത അവരനോട് സ്വന്തം സഹോദരനോട് ചെയ്യുന്നത് എന്തോ, അതിനുള്ള മറുപടി അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയം വേണ്ട എന്നുള്ളതാണ് വചനം പറയുന്നത്.
നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. ഏതാ? നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യ യഹൂദനും പിന്നെ യവനനും വരുമെന്നാണ് പറയുന്നത്. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. മനസ്സിലായോ? പ്രിയമുള്ളവരെ, നന്മ പ്രവർത്തിക്കുന്നവർക്ക് നിത്യജീവൻ കൊടുക്കുമെന്നാണ് പറയുന്നത്. അവർക്ക് സന്തോഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതേസമയം തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആണ് ലഭിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്ക് അല്ലെങ്കിൽ നമ്മളത് അകത്തുനിന്ന് മാറിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വചനം അതാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എത്ര ഇതാണെങ്കിലും ശരി, അതിന് ഉള്ള മറുപടി നമുക്ക് ലഭിക്കും. നന്മയാണെങ്കിൽ നന്മയായിട്ടും തിന്മയാണെങ്കിൽ തിന്മയായിട്ടും ലഭിക്കും എന്ന് യാതൊരു സംശയവും വേണ്ട. അനുഭവങ്ങളാണ് ഇത് മുഴുവൻ പറയുന്നത്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 5:10 ഇങ്ങനെ പറയുന്നുണ്ട്: അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, വളരെ വ്യക്തമാണ് ഇവിടെ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ മനസ്സിലായോ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിലും ശരി, മോശപ്പെട്ടതാണെങ്കിലും ശരി, എല്ലാം തന്നെ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെട്ട് വരുമെന്ന് തന്നെയാണ് വചനം പറയുന്നത്. യാതൊരു സംശയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ അവമാനിച്ചു, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് വേറെ ക്രൂരത ചെയ്തു, ഒരു വ്യക്തിയോട് കഠിനത ചെയ്തു, ഇതിൽ നിന്നൊക്കെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് മാറി നിൽക്കാമെന്ന്, അല്ലെങ്കിൽ തനിക്ക് ഇതിനകത്തൊരു ശിക്ഷാവിധി കിട്ടുകയില്ല എന്നുള്ള ചിന്തയിൽ മാറി നിന്നാൽ പ്രിയമുള്ളൊരു കാര്യമില്ല. വചനം പറയുന്നത് ഇങ്ങനെ കിട്ടുമെന്നുള്ളതാണ്. വചനം പറയുന്നു, നീ ചെയ്ത തെറ്റിന് ഉള്ള മറുപടി അത് ന്യായാസനത്തിന് മുമ്പിൽ നിന്നും നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് വചനം പറയുന്നത്. യാതൊരു സംശയവും വേണ്ട. ഓക്കെ, റോമർക്ക് എഴുതിയ പുസ്തകം 14:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മുടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എല്ലാ മുഴങ്കാലും കർത്താവിൻ്റെ മുമ്പിൽ മടങ്ങുമെന്നാണ് കർത്താവ് പറയുന്നത്. എന്നാണ് അത്? കർത്താവാണ്. എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും, എല്ലാ മുഴങ്കാലും മടങ്ങും എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരു സംശയമില്ല പ്രിയമുള്ളവരെ, ഒരു സംശയമില്ല. സമൂഹത്തിൽ, സമുദായത്തിൽ, ചർച്ചിൽ, മറ്റ് വിഷയങ്ങളിൽ എവിടെയൊക്കെ നീ ചെയ്ത ഓരോ പ്രവർത്തികൾക്കും തക്കതായ കണക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ബോധിപ്പിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് വചനം പറയുന്നത്. യാതൊരാൾക്കും ഒഴിവില്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറയുന്നു. പ്രിയമുള്ളവരെ, ഞാനിന്ന് പറഞ്ഞ വചനഭാഗങ്ങൾ കുറച്ച് കഠിനമാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ പല ചിന്തകളും പല പ്രവൃത്തികളും കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കിടന്ന് തിക്കുമുട്ടിക്കൊണ്ടിരുന്ന ഒരു വചനഭാഗങ്ങൾക്കാണ് ഞാനിവിടെ പറഞ്ഞത്. നീ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നിന്നോടും ചെയ്യും. നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നീ അടുത്തവനോട് എന്ത് ചെയ്തു? നന്മയാണ് ചെയ്തതെങ്കിൽ ആ നന്മ തന്നെ നിനക്ക് ലഭിക്കും.
തിന്മയാണ് ചെയ്തതെങ്കിൽ ആ തിന്മ തന്നെ നിനക്ക് ലഭിക്കും, യാതൊരു സംശയവും വേണ്ട. അതിനങ്ങനെ തന്നെ പറയുന്നത് അല്ലേ? നമ്മളിപ്പോൾ നേരത്തെ വായിച്ച ബൈബിളിലൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് അല്ലേ? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും, നല്ലതാകിലും തീയതാകിലും 2 കൊരിന്ത്യർ 5:10 പറയുന്നതാണ്. നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും, വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ നല്ല പ്രവൃത്തിയാണ് ശരി, മോശപ്പെട്ട പ്രവൃത്തിയാണ് ശരി, ന്യായാസനത്തിന് മുമ്പിൽ മറുപടി പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സമയം ആർക്കും വേണ്ടി കാത്തിരിക്കുന്നില്ല. സമയം ആർക്കു വേണ്ടി കാത്തിരിക്കുന്നില്ല. അടുത്ത ഒരു സെക്കൻഡ് നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കുക, ശ്രദ്ധയോടെ ചിന്തിക്കുക. നമുക്ക് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന ഒരുപാട് പേര് നാളെ പ്രഭാതം കാണാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ട്. നമുക്കിനി പ്രവർത്തിക്കാൻ സമയമില്ല. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ കാണണം. തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തുക, തീർച്ചയായിട്ടും നമ്മളുടെ ചിന്തകളെ വിലയിരുത്തുക. ഒരാൾക്കും ഒഴിവില്ല പ്രിയമുള്ളവരെ. കുട്ടപ്പൻ ചേട്ടൻ ശനിയാഴ്ച വൈകുന്നേരം നാളെ പള്ളിയിൽ പോകണം. അദ്ദേഹം എല്ലാ ശനിയാഴ്ചയും അങ്ങാടി പോയി ഷേവൊക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് തന്നെ വരും. കുട്ടപ്പനായി വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കയറി കിടന്നു. പ്രിയമുള്ളവരെ, ഒരു 9:30 സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു നെഞ്ചുവേദന. ഒരു 3 മിനിറ്റ് കൊണ്ട് അദ്ദേഹം തീർന്നു. അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, സംഭവിച്ച കഥകൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ എപ്പോഴും വിലയിരുത്തണം. ആ രീതി തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ദൈവം നമ്മളെയൊക്കെ സഹായിക്കട്ടെ. 1 പത്രോസ് 1:17 പറയുന്നു, മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നതിന് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. നമ്മൾ നേരത്തെ വചനത്തിൽ പറഞ്ഞ മുഖപക്ഷം ഉണ്ടാകില്ല എന്നല്ലേ? അതേ വാക്ക് തന്നെ 1 പത്രോസിൻ്റെ 1:17 പറയണം, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ. മുഖപക്ഷം കൂടാതെ തക്കവണ്ണം ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നതിനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുക. ആബാ പിതാവേ. നമുക്കറിയാം, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് അല്ലേ? അപ്പം പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ. നമ്മുടെ ഭൂമിയിലുള്ള കാലം, നമ്മുടെ ഭൂമിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസകാലമാണ് അല്ലേ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ എന്നാണ് വചനം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം, നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, നമ്മൾ വിദേശത്ത് പോവാണ്, ഇപ്പോൾ ഗൾഫിൽ പോവാണെങ്കിൽ നമ്മളവിടെ പ്രവാസിയാണ് അല്ലേ? തീർച്ചയായിട്ടും അവരെ പ്രവാസികളെന്നാണ് വിളിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഇരിക്കുന്നത് നമ്മുടെ പ്രവാസകാലം എന്നാണ് പറയുന്നത്. ആ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിനെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, വേറെ മാർഗമില്ല. അവനവൻ ചെയ്യുന്നതിന് തക്കതായ പ്രതിഫലം അവനവന് ലഭിക്കും എന്ന് തന്നെയാണ് വചനം നമ്മളോട് വെളിപ്പെടുത്തുന്നത്. ദൈവനാമം മഹത്വം കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ വിളിക്കുക. നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ കരുതാൻ ചെയ്യുന്നതിനുള്ള സ്വർഗീയ നല്ല പിതാവേ, കൃപയ്ക്കും കരുണയ്ക്കും കരുതലിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ചിന്തിച്ച ഈ ദൈവവചനം കർത്താവേ, ഞങ്ങളുടെ തന്നെ ചിന്തകൾക്ക് മാറ്റം വരുത്താനും ഞങ്ങളുടെ പ്രവൃത്തികൾ നിയന്ത്രിക്കാനും കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ കർത്താവെ താഴ്മയോടെ ഇരിക്കുവാനും തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണം കർത്താവെ, അനുഗ്രഹിക്കണം കർത്താവെ. എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. സർവസ്തുതികളും പ്രാർത്ഥന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായി കേൾക്കുമാറാകണം പൊന്നു തമ്പുരാനെ. ആമേൻ.
എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പ്രാർത്ഥിക്കാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഇതിൽ നമ്പറുണ്ട്, വിളിക്കാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിന് തക്കതായ പ്രവൃത്തി, അല്ലെ ദൈവത്തിൻ്റെ സന്തോഷത്തിന് തക്കതായ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ പ്രവൃത്തികളെ അളക്കുന്നവൻ, കാണുന്നവൻ നമ്മുടെ മുകളിലുണ്ട് എന്നുള്ളത് ചിന്തിക്കുക. ഹൃദയത്തിൻ്റെ ചിന്തകളെ വിവേചിച്ചറിയുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മറച്ചു വെക്കാമെന്നുള്ള ചിന്തകൾ നമുക്ക് വേണ്ട. ദൈവം എല്ലാം കാണുന്നു. എന്തായാലും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരുമെന്ന് തന്നെയാണ് വചനം പറയുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സന്തോഷം. ഓക്കെ, താങ്ക് യു.